ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു എരിശ്ശേരിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മത്തങ്ങയും പയറും ഒക്കെ ചേർത്തിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കാറുള്ളത്. ഇത് മത്തങ്ങയും പയറുമല്ല, നമ്മുടെ ചുരക്കയും വൻപയറും ചേർത്തിട്ടുള്ള എരിശ്ശേരിയാണ്. സാധാരണ ചുരക്ക നമ്മൾ കറി ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ചുരക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്, ചുരക്ക പച്ചടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചുരക്ക എരിശ്ശേരി അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൻപയറും ചുരക്കയും ചേർത്ത് മത്തങ്ങയും പയറും ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ എരിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എരിശ്ശേരിക്ക്. അപ്പോൾ നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചുരക്ക പയർ എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ ചുരക്ക എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു 1/4 കപ്പ് വൻപയർ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വൻപയർ കൂടുതൽ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ വൻപയറുണ്ട്. ഈ ഒരു 1/4 കിലോ ചുരക്ക എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് വൻപയർ മതി. അതിലേക്കായിട്ടൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളക്, ഉള്ളി, വേപ്പില, പിന്നെ ഇതിലേക്ക് വറവിടാനുള്ള തേങ്ങയും കൂടി വേണം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ വറവിടാനുള്ള തേങ്ങ എടുക്കുന്നത്. ആദ്യം നമുക്ക് വൻപയർ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം, അതിനുശേഷം ചുരക്ക കുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ വൻപയറിന് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ വൻപയർ വെള്ളത്തിലിട്ടതാണ്. ഇത് കുക്കറിൽ 2 വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള വൻപയർ എത്ര വിസിൽ വരുമ്പോൾ കുക്കാവുന്നോ അത്രയും വിസിൽ വരുത്തി എടുക്കുക. വൻപയർ നന്നായിട്ട് കുക്കായിട്ടാണ് നമ്മൾ ചുരക്ക ചേർത്ത് കുക്ക് ചെയ്യാനായിട്ട്. ചുരക്ക ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വൻപയർ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ പയർ കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. പയറിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചുരക്ക ചേർത്ത് വേവിക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക്, 4-5 ഇതിൽ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചുരക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്ത് തൊലിയും എല്ലാം മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ്. അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർക്കുക. അതുപോലെ തന്നെ ഒരു ഉള്ളി ചേർക്കുക. ഉള്ളി ഞാനിപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചതാണ്, ഒരു ഉള്ളി മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സ്, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് ഫൈനായിട്ട് അരയണ്ട, ചെറിയ തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുക. എരിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ എപ്പോഴും ചെറിയ തരിതരിപ്പോടുകൂടി വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞിട്ടില്ല, ചെറിയ തരിതരിപ്പോട് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചുരക്ക കുക്ക് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ ചുരക്ക നമ്മൾ കട്ട് ചെയ്തൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പയർ വേവിച്ച് വെള്ളം ചേർക്കുകയാണ്. പയർ ചേർക്കുന്നില്ല, വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പയർ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പയറിൻ്റെ വെള്ളം മാത്രം ചേർത്തിട്ട് നമ്മൾ ചുരക്ക കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളക് 2ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കുറുകെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ പയറിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ചുരക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. അതുപോലെ തന്നെ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുക്കായി വരട്ടെ. ചുരക്കൊന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്കിനി പയറൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പയർ ചേർക്കേണ്ട ആവശ്യമില്ല. പയർ കുക്കാവാൻ ബുദ്ധിമുട്ടായിരുന്നു, കുറച്ചേ കുക്കായിട്ടുള്ളൂ, ഒരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പയറും കൂടി ചേർത്ത് കുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പയർ നന്നായിട്ട് കുക്കായതുകൊണ്ടാണ് ഞാൻ പയർ ഇതിലേക്ക് ചേർക്കാത്തത്. ഇനിയിപ്പോൾ ചുരക്കൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട വറവൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ റെസിപ്പി ചെയ്യണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരു 1.5 തണ്ട് കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. 2-3 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയായിട്ട് നമ്മൾ
1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. 1 കപ്പ് വേണോ 1/2 കപ്പ് വേണോ എന്നുള്ളത്. 1 കപ്പ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ എരിശ്ശേരിക്ക്. അപ്പോൾ ഞാൻ 1 കപ്പാണ് ചേർക്കുന്നത്. ഇനി തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചുരക്ക വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ഈ വറവൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിന് ഈ ചട്ടിയിൽ തന്നെയാണ് വയ്ക്കുന്നതെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ചൂട് കംപ്ലീറ്റ് മാറി കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കറക്റ്റ് പാകമാണ് തേങ്ങയ്ക്ക്. അപ്പോൾ ഓവറായിട്ട് മൂപ്പ് കൂടി പോകാതിരിക്കാനാണ് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത്. ഞാനപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി ചുരയ്ക്ക് വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചുരയ്ക്ക് അതാ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പയർ ചേർക്കാം. പയർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പയറൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരണം. ആ രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചുരക്കയും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട, ചെറുതായിട്ട് ഉടഞ്ഞു വന്നാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പും ചേർത്തെടുക്കാം. അരപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ ചുരക്കയിൽ ചേർത്ത മഞ്ഞളിൻ്റെ കളറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഗ്രേവി ആക്കി എടുക്കാം. ഞാൻ ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള എരിശ്ശേരി ആയിട്ടല്ല ചെയ്യുന്നത്. എരിശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് കുറുകിയിരിക്കുന്ന പാകത്തിലാണെന്നുള്ളത്. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പയറിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ചുരക്കയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് കുറവായിരിക്കും. ഇതുപോലെ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് നമുക്ക് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുകയും വേണം. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു എരിശ്ശേരി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. ഉപ്പ് നമ്മളിതിൽ നമ്മുടെ തേങ്ങയ്ക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കാം. തേങ്ങയൊക്കെ ചേർത്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിക്കോളും. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കാം. എരിവ് കുറവാണെങ്കിൽ മാത്രം കേട്ടോ. ചെറിയൊരു എരിവ് ഉണ്ടാവുള്ളൂ എരിശ്ശേരി എന്ന് പറയുമ്പോൾ, ഒരുപാട് എരിവുള്ള റെസിപ്പി അല്ല. അപ്പോൾ ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഈ തേങ്ങയൊക്കെ കുക്കായി വരട്ടെ. നമ്മുടെ അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്. എരിവും പാകത്തിനാണ്. ഇനിയിപ്പോൾ നമ്മൾ എരിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വരണം. നന്നായിട്ടൊന്ന് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ തേങ്ങ തിളച്ച് വരും. അപ്പോൾ തേങ്ങ തിളച്ചിട്ടുണ്ടെങ്കിൽ എരിശ്ശേരിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. നന്നായിട്ട് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ എരിശ്ശേരിക്ക് കളറൊക്കെ ആയിക്കഴിഞ്ഞല്ലോ. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇനി പയറിലേക്കൊക്കെ പിടിച്ചോളും. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ തിളച്ച വെള്ളം ചേർക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഒന്നുകൂടി കറി ഒന്ന് കുറുകി വരും. നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും കുറുകും. അതുപോലെ തന്നെ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തിളയ്ക്കാനും തുടങ്ങും. അതുകൊണ്ട് നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ തിള വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ എരിശ്ശേരി വീണ്ടും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എരിശ്ശേരിയുടെ പരിപാടി. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ മത്തങ്ങ പയർ എരിശ്ശേരി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുരക്ക കിട്ടുമ്പോൾ ചുരക്ക കൊണ്ടൊന്ന് എരിശ്ശേരി ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മത്തങ്ങ പയർ എരിശ്ശേരിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. ആ മത്തങ്ങയുടെ ചെറിയൊരു ഇളം മധുരം ഉണ്ടാവും. ഇതാവുമ്പോൾ ആ ഒരു മധുരമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു എരിവുള്ള കറിയാണ്. ഒരുപാട് എരിവുള്ള കറിയല്ല, ചെറിയൊരളവിൽ എരിവുള്ള കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി കറി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പികൾ, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിനി ബാക്കിയിരിക്കുന്ന വൻപയർ മെഴുക്കുവരട്ടി ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പയർ കൂടുതൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പയർ വേഗം കുക്കായി കിട്ടുകയും ചെയ്യും. കൂടുതൽ ക്വാണ്ടിറ്റി കുക്ക് ചെയ്യുമ്പോൾ വേഗം തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് 2 കറി ഉണ്ടാക്കുകയും ചെയ്യും. ഒരു മെഴുക്കുവരട്ടിയും ഒരു കറിയും ഒഴിച്ചുകറിയും ആക്കുമ്പോൾ
നമുക്ക് പിന്നീട് വേറെ കറികളെക്കുറിച്ച് ആലോചിക്കേണ്ട, എളുപ്പത്തിൽ തന്നെ ജോലി കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ. ചൂടോടെ ഉപയോഗിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ രാവിലെ തന്നെ കറി റെഡിയാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.